മലയാളികൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ വാർത്തകളെയും അങ്ങനെ പെട്ടെന്ന് എടുത്തു വിടാറില്ല. കാരണം അത്രമേൽ വളരെയധികം സീരിയസോട് തന്നെയാണ് പ്രേക്ഷകരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഓരോ വാർത്തകളും പ്രതികരിക്കുന്നത്. ഇപ്പോഴിതാ നടി മഞ്ജു പത്രോസും സുധിയും തമ്മിലുള്ള വാക്കുപോർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വലിയ രൂപത്തിൽ തന്നെ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജു പത്രോസ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം സംസാര വിഷയമായി മാറി നിൽക്കുന്നത്. ആത്മാഭിമാനം പണയപ്പെടുത്തി എന്തിനാണ് ഒരാൾ ജീവിക്കുന്നത് എന്ന് തന്നെയാണ് മഞ്ജു പത്രോസ് ചോദിക്കുന്നത്. ആത്മാഭിമാനം പണയപ്പെടുത്തി എന്തിനാണ് ഈ ചിരി എന്ന് മഞ്ജു പത്രോസിന്റെ ചോദ്യം രേണുസുധിക്കാണെന്ന് രേണുസുധി മനസ്സിലാക്കിക്കൊണ്ട് രേണുസുധിയുടെ മറുപടിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. മഞ്ജു പത്രോസ് രേണുസുധിയുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്നിരുന്നാൽ കൂടി രേണുസുധിക്ക് അത് തന്നെയാണ് പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുമുണ്ട്. വനിതാ ദിനത്തിനോടനുബന്ധിച്ച് മഞ്ജു പത്രോസ് പുറത്തുവിട്ട വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുകയുന്നത്. ചില യൂട്യൂബർമാർ ചോദിക്കുന്ന ഡബിൾ മീനിങ് ചോദ്യങ്ങളെ ആസ്വദിക്കുന്ന സ്ത്രീകളെ പറ്റി മഞ്ജു പത്രോസ് തുറന്ന് സംസാരിക്കുകയായിരുന്നു. വട കഴിച്ചിട്ടുണ്ടോ എന്ന് രസമല്ലാത്ത ഒരു ചോദ്യത്തിന് തിരിച്ചുകൊണ്ട് മറുപടി നൽകുന്ന സ്ത്രീകളെ കണ്ട് തനിക്ക് സഹതാപം തോന്നുന്നു എന്നാണ് മഞ്ജു പത്രോസ് തുറന്നു പറഞ്ഞത്. പേരെടുത്ത് പറഞ്ഞിരുന്നില്ല എന്നിരുന്നാൽ കൂടി രേണുസുധിയെയാണ് മഞ്ജു പത്രോസ് പറഞ്ഞേ എന്ന കാര്യത്തിൽ രേണുസുധിക്ക് വ്യക്തത വന്നതുകൊണ്ട് തന്നെ രേണുസുധി തന്നോട് വിമർശിക്കുന്നവരെ താൻ അവഗണിച്ചു വിടുകയാണ് എന്നും താൻ സെലിബ്രിറ്റി ആയതിൽ തോന്നിയ അസൂയയാണ് ആ സംസാരത്തിൽ വന്നത് എന്നുമാണ് രേണുസുധിയുടെ ഭാഗത്തു നിന്ന് വന്ന മറുപടി. രണ്ടുപേർക്കും പിന്തുണയുമായി ആരാധകരും ഒപ്പം തന്നെയുണ്ട്. കാര്യങ്ങളെല്ലാം തമാശ രൂപേണ കാണുന്ന തനിക്ക് എന്തിനാണ് മറ്റുള്ളവരെ പീഡിക്കുന്നത് എന്ന ചോദ്യവും രേണുസുധി ഇതിനോടൊപ്പം ചോദിക്കുന്നുണ്ട്. ഇരുവരെയും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആരാധകരും രംഗത്ത് വരുന്നുണ്ട്. ആത്മാഭിമാനം പണയപ്പെടുത്തി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് രേണുവിനോട് മഞ്ജു പത്രോസ് ചോദിച്ചതിനെ സപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകർ വരുമ്പോഴും എന്തിനാണ് ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് തലയിട്ട് നോക്കി അയാളെ കുറ്റം പറയാൻ പോകുന്നത് എന്ന് മഞ്ജു പത്രോസിനോടും ആളുകൾ ചോദിക്കുകയാണ്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഒരു വിഷയം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യണം.